AM കിച്ചൺ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു കടലക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. ചപ്പാത്തിയിലേക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കടലക്കറി. അപ്പോൾ തലേദിവസം തന്നെ കുതിർത്തെടുത്തിട്ടുള്ള കടല കഴുകി വൃത്തിയാക്കിയെടുത്ത് അത് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തു. കൂട്ടത്തിൽ ഒരു ഉരുളക്കിഴങ്ങും തൊലിയെല്ലാം കളഞ്ഞ് മുറിച്ചെടുത്ത് അതും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് ഞാൻ അടച്ച് വേവിച്ചെടുക്കുകയാണ്. ഉപ്പ് ചേർത്തത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയി. നല്ല ജലദോഷവും പനിയാണേ, അപ്പോൾ ഒരു ശ്വാസത്തിന് ഒരു തിങ്ങൽ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ കുക്കറെല്ലാം അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതാ ഞാനൊരു 5 വിസിലിന് ശേഷം കുക്കറൊക്കെ ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത കടലയും അതുപോലെ ഉരുളക്കിഴങ്ങും. അപ്പോൾ ഇതൊന്ന് കുറച്ചൊരു 2 സ്പൂണ് 3 സ്പൂണിൻ്റെ അടുത്ത് കടല ഞാൻ മാറ്റി വെച്ചൊന്ന് അരച്ചെടുക്കാൻ. പിന്നെ അരപ്പിന് വേണ്ടി കുറച്ച് പെരുംജീരകവും മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത് നന്നായി ഒന്ന് പേസ്റ്റാക്കി എടുത്തു. അതിലേക്ക് നമുക്ക് കടലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ അരപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് സ്റ്റവ് കത്തിച്ച് വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ഈ ചാനൽ പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. കൂടാതെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അതാ നമ്മുടെ കടലക്കറി ഇവിടെ വീണ്ടും തിളച്ച് നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫാക്കി ഇത് വാങ്ങി വെച്ച് ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. അതിന് ഞാൻ ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. വെയ്യാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ആക്കിയെടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ചപ്പാത്തിയാണ് കഴിക്കാനുണ്ടാക്കിയത്. അപ്പോൾ ഉള്ളിയൊക്കെ നല്ല മൂത്ത് വന്നതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്തു. ഇത് രണ്ടും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മളെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി കടലക്കറി ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.